ഹലോ എവ്രി വൺ, വെൽക്കം ടു രാജ് ടോക്സ്. അങ്ങനെ തുടരും കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അങ്ങനെ വന്നൊരു സ്ഥലത്തിരുന്ന് റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. തിയേറ്ററിൽ നിന്ന് കുറച്ച് റിയാക്ഷൻസും കിട്ടി. ഞാൻ ഇറങ്ങി വന്നിട്ട് കുറച്ച് പേരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതും ഈ വീഡിയോയുടെ അവസാനം ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ ആകെ മൊത്തത്തിൽ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഈ പടം നന്നായി വർക്കായി. ഡെഫിനറ്റ്ലി ഇത് തിയേറ്ററിൽ ധൈര്യമായി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ എന്ന ആക്ടറിനെയും സ്റ്റാറിനെയും വളരെ നന്നായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു സെക്കൻഡ് ഹാഫിന് ശേഷം പുള്ളിയുടെ ഒരു സ്റ്റാർ മെറ്റീരിയൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പടം സ്പോയിലറാവും. പടത്തിൽ ഒരുപാട് ആക്ടേഴ്സ് വലുതും ചെറുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ ശോഭന മാം വരെ വളരെ ചെറിയ പാർട്ടായിട്ട് വന്നു പോകുന്നേ ഉള്ളൂ. ചെറിയ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ഒരു കെമിസ്ട്രി എന്നൊന്നും പറയുന്നതിലോട്ടില്ല. കാരണം ഈ ഹോൾ മൂവി തന്നെ ഷോൾഡർ ചെയ്തിരിക്കുന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ്റെ ഒരു ഇതിൽ തന്നെയാണ് ത്രൂ ഔട്ട് പുള്ളി ഫിലിമിലുണ്ട്. പുള്ളിയുടെ പ്രസൻസും പുള്ളിയുടെ എന്താ പറയുക, പുള്ളിയുടെ റിയാക്ഷൻസാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഓരോ സീനിൽ പ്രതികരിക്കുന്നതും ഫസ്റ്റ് ഒരു സ്റ്റേജ് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് ഒരു ഇതിൻ്റെ ഒരു സ്റ്റേജിങ്ങാണ് രസം. അതായത് ഇവരുടെ ആ ഫാമിലി മൂമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എന്താ പറയുക, ഫാമിലി ബോണ്ടിങ് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന സിനിമയും അത് വന്ന് നന്നായിട്ട് വർക്കാവുന്ന സിനിമയും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ. അതിൽ ഇതെന്ന് പറയുന്നത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഭാര്യ ഭർത്താവുമായിട്ടുള്ളതാണെങ്കിലും മക്കളുമായിട്ടുള്ള സീനാണെങ്കിലും പുറത്തിറങ്ങി ഇവരുടെ ഒരു ഫ്രണ്ട്സ് കാര്യങ്ങൾ, ഇപ്പോൾ ഈ പുള്ളി ഓരോ പ്രശ്നങ്ങളിൽ പെടുന്നത്, പഴയ ലാലേട്ടൻ എന്ന് നമ്മൾ പറയുന്നത്, പഴയ ലാലേട്ടൻ അങ്ങനെ ഒരു ഇതില്ല, ബട്ട് നമുക്ക് ആ ഒരു ഫീലുണ്ടല്ലോ, പുള്ളി അന്നൊക്കെ ചെയ്തൊരു ക്യാരക്ടർ പോലത്തെ അതെല്ലാം നന്നായിട്ട് ഡെലിവർ ആയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. അതായത് പുള്ളി ചിരിക്കുമ്പോൾ നമുക്ക് കൂടെ നമുക്കൊരു ചിരി വരും, നമ്മളറിയാതെ നമ്മൾ ചിരിക്കുന്നുണ്ട്. പുള്ളി കരയുമ്പോൾ നമ്മൾ കൂടെ കരയുന്നുണ്ട്. പുള്ളിയുടെ ആ വേദനയൊക്കെ നമ്മുടെ ഒരു ഇതായിട്ട് മാറ്റുന്ന പുള്ളിയുടെ ആ മാജിക് ഇതിനകത്ത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അതാണ് എന്നെ ഇതിൽ ഹുക്കാവാനുള്ള കാരണം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ കഥ വേറൊരു ടേൺ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ കാണുക. സോഷ്യൽ മീഡിയയിൽ നിന്ന് കഴിവതും ഒഴിവായി നിൽക്കുക. ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ ഇത് പടത്തിനെ നശിപ്പിക്കാനുള്ള ചാൻസസ് ഹൈ ആയിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ പടം വേറെ ആരുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം എമ്പുരാനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇത് വേറെ ലെവലിലാണ്. ഇപ്പം തരുൺ മൂർത്തി തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, സ്ലീപ്പർ സെല്ലായ കുറേ ഫാൻസ് ഉണ്ട് ലാലേട്ടന്. സത്യമാണ്. അത് ഇന്ന് എനിക്ക് തിയേറ്ററിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു തിയേറ്ററിലെ ഓളം നമുക്ക് അതിൽ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോർ ലാലേട്ടൻ ഫാൻസ് ഉണ്ട്. അതായത് ലാലേട്ടൻ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണം, റൂട്ടഡ് ആയിട്ടുള്ള, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, നമ്മളെപ്പോലുള്ള ഒരാളായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ റിയാക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ശരിക്കും ഇതിൽ വർക്കായത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റിലെ കുറേ കോമഡികൾ, സെൽഫ് ട്രോളുകൾ, മമ്മൂക്കയൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട്. പുള്ളി ഒരു കല്യാണ ഫംഗ്ഷനിൽ പോയിട്ട് ഡാൻസ് ചെയ്യുന്ന രീതി, കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഇഷ്ടപ്പെടും. സെക്കൻഡ് ഹാഫ് ഒരു സ്റ്റാർ എലിവേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അത് എനിക്ക് കുറേയൊക്കെ വർക്കായി. ജേക്സ് ബിജോയുടെ സംഗീതം ചില സ്ഥലങ്ങളിലൊക്കെ ഇച്ചിരി മുഴച്ച് നിൽക്കുന്ന പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഓവറോൾ അതൊന്നും നോക്കണ്ട. നമ്മൾ ടിക്കറ്റ് എടുക്കുക. നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു ലാലേട്ടൻ ഇതിനകത്തുണ്ട്. എനിക്ക് അതിനപ്പുറം വേറെ ഉണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. എനിക്ക് ആ പുള്ളിയുടെ പേരറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പുള്ളിയെ കാണുന്നത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് എവിടെയോ ഇങ്ങനെ എനിക്ക് തോന്നിയപ്പോഴത്തേക്കും ഒരു മീറ്റർ പുള്ളി വേറെ രീതിയിൽ പിടിച്ചതാണോ നോക്കിയപ്പോൾ അതിനൊക്കെ ഒരു സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പിന്നെ ചില സീനുകളൊക്കെ ഇച്ചിരി ഏച്ചുകെട്ടൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാം. അത് ഇതിൻ്റെ പേ ഓഫ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്രയും ഹെവി ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ച സെൻറ്റിമെൻ്റൽ കുറച്ച് വയലൻസ് പരിപാടികളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. നല്ല സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററിൽ കാണുക. നല്ല രസമായിട്ട് ചില പ്രകൃതിയിലെ ചില സംഭവങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് എഫക്റ്റൊക്കെ നല്ല രീതിയിൽ ഈ പടത്തിൽ വന്നിട്ടുണ്ട്. സോ കൂടുതൽ പറഞ്ഞ് എനിക്ക് സ്പോയിലറാക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഷോർട്ട് റിവ്യൂ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി വാച്ച് ഓൺ തിയേറ്റേഴ്സ്. ഒരു എബോവ് ആവറേജ് ഡെഫിനറ്റ്ലി കഥാപരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹൈ പെർഫോമൻസ് ലാലേട്ടൻ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത്. അപ്പോൾ പുള്ളിയുടെ ഇനിയുള്ള സിനിമകളൊക്കെ ഹൃദയപൂർവ്വം അതുപോലുള്ള സിനിമകളെല്ലാം നമുക്ക് ഉറ്റുനോക്കാം. കാരണം എന്താ പറയുക, നേരിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട ഒരു ലാലേട്ടൻ ചിത്രമെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. പിന്നെ എനിക്ക് ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാലേട്ടനെ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംവിധായകർ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത്. ഞാനിപ്പം എമ്പുരാനിലെ തന്നെ പറയുകയാണെങ്കിൽ 3 ചോപ്പർ വരുന്നു, അതിനകത്തുനിന്ന് ലാലേട്ടനെ ഇറക്കി വിടുന്നു. ഓക്കെ ഫൈൻ, അതൊരു തരത്തിലുള്ളൊരു മാസ് കാണിക്കലാണ്. പക്ഷേ ഇതൊരു സ്പോയിലറല്ല. വളരെ സിമ്പിളായിട്ട് ഈ സിനിമയിൽ ഒരു സീൻ കാണിച്ചിട്ടുണ്ട്.
ഒരു മഴയുള്ള രാത്രി ഒരു കൊമ്പനാന ഇങ്ങനെ നിൽക്കുന്നു, വെള്ളിടി വെട്ടുന്നു, ആനയെ നമുക്കിങ്ങനെ കാണാം. തൊട്ടപ്പുറത്ത് ബോൾഡ് വൈറ്റ് ലെറ്റേഴ്സിൽ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്നു. അതൊരു രോമാഞ്ച സീനാണ്. സോ മൊത്തത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത നല്ലൊരു പടമാണ്. സോ എല്ലാവരും തിയേറ്ററിൽ കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക. അതിനൊക്കെ മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വളരെ കുറവാണ്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു അഭിപ്രായം പറയാം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക്സ്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായം പറയാം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമ. താങ്ക്സ്. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല. താങ്ക്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക്സ്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇടലമട്ടി. താങ്ക് യു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു?